ഭാരതത്തിൻ്റെ വാണിജ്യ കേന്ദ്രം. ഇറ്റാലിയൻ സഞ്ചാരിയായ നിക്കോളോ കോംഡെ കോഴിക്കോടിനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്. സ്വാതന്ത്ര്യവും സുരക്ഷിതവുമായ തുറമുഖ നഗരമായി അറിയപ്പെടുന്ന കോഴിക്കോടിന് ഒരു വ്യാവസായിക ചരിത്രമുണ്ട്. ചെറുതും വലുതുമായി നിരവധി വ്യാവസായിക സ്ഥാപനങ്ങളാണ് ഈ നഗരത്തിൽ വളർന്നു വന്നത്. അതിൽ പകുതിയോളം അടച്ചുപൂട്ടി. ഇതെല്ലാം ബാധിച്ചത് വലിയൊരു വിഭാഗം തൊഴിലാളികളെയാണ്. ഒരു കാലത്ത് വിദേശത്ത് കോഴിക്കോടിൻ്റെ യശസ്സുയർത്തിയ കോൺഗ്രസ് നെയ്ത്ത് ഫാക്ടറി ഇന്ന് സാമൂഹിക വിരുദ്ധരുടെ വിഹാര കേന്ദ്രമാണ്. ഒരു ഫ്യൂഡൽ സമൂഹത്തിൽ നിന്ന് ആധുനികതയിലേക്കുള്ള മാറ്റത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്ന നെയ്ത്ത് സംരംഭം സാവധാനം നശിച്ചു. 1834 ജർമ്മൻ ബേസൽ മിഷൻ നെയ്ത്ത് ഫാക്ടറി കൊണ്ടുവന്നു. 89 വർഷം പഴക്കമുള്ള ഈ നെയ്ത്ത് പാരമ്പര്യം അടച്ചു പൂട്ടിയിട്ട് 14 വർഷമായി. ലോകത്തറിയപ്പെടുന്നതാണ് ഇവിടുത്തെ ബെഡ്ഷീറ്റും ടവലും. അതാണ് കയറ്റുമതിക്കൊണ്ടിരുന്നത് പ്രധാനമായിട്ടും. പിന്നെ ലുങ്കി അതുപോലുള്ള സാധനങ്ങൾ ധാരാളമുണ്ട്. ഈ ബെഡ്ഷീറ്റ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു കാലത്ത് 2000-ഓളം പേർ ജോലി ചെയ്തിരുന്ന സ്ഥാപനം ഇന്നവിടെ കാണാൻ കഴിയുന്നത് സമരം ചെയ്യുന്ന കുറേ മുൻകാല തൊഴിലാളികളെയും കാടുമൂടി നശിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കെട്ടിടങ്ങളും. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ഒരു നിയമം വന്നു, സറ ആക്ട്. ആ ആക്ടിൻ്റെ ഭാഗമായി വിദേശികൾക്കൊന്നും ഇന്ത്യയിൽ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പാടില്ല. അത് ദേശസാൽക്കരിക്കപ്പെട്ടു. അതിൻ്റെ ഭാഗമായി ഈ സ്ഥാപനങ്ങളെല്ലാം ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ട് വന്നു. അവർ ഉപേക്ഷിച്ച് പോകുമ്പോൾ ഈ സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന മാനേജ്മെൻറ്റ് സ്റ്റാഫിന് 40% ഓഹരി കൊടുത്തുകൊണ്ടും തൊഴിലാളികൾക്ക് 20% ഓഹരി കൊടുത്തുകൊണ്ടും അന്നുണ്ടായിരുന്ന ദേശസാൽകൃത ബാങ്കായ കാനറ ബാങ്കിന് 30% ഓഹരി, 10% ഓഹരികൾ ഇതിലെ ബയേഴ്സിനും നൽകിക്കൊണ്ട് ഒരു പാറ്റേൺ തീരുമാനിക്കപ്പെട്ടിട്ടാണ് ബ്രിട്ടീഷ് മാനേജ്മെൻറ്റ് ഇത് കൈമാറ്റം ചെയ്ത് പോന്നിട്ടുള്ളത്. 70 ആ നിയമം വന്നതിന് ശേഷമാണ് ഇതെല്ലാം കോമൺവെൽത്ത് ട്രസ്റ്റ് ഇന്ത്യ ലിമിറ്റഡായിട്ട് രൂപാന്തരപ്പെട്ടത്. അന്ന് നേരത്തെ അവരുടെ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്ന കണ്ണാശുപത്രി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങളൊന്നുമില്ല. ആ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നു. അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുകയും എന്നാൽ അതിൻ്റെ അനുബന്ധ വ്യവസായശാലകളിലെ ഈ സ്ഥാപനങ്ങളും അതിനോടനുബന്ധിക്കപ്പെട്ട സ്ഥലങ്ങളും മാനേജ്മെൻറ്റ്, അതായത് 2007 ശേഷം വന്ന മാനേജ്മെൻറ്റ് ഓരോ വസ്തുവകകളും വിറ്റ് അതിൻ്റെ ബ്ലാക്ക് മണി അടിച്ചു മാറ്റി വൈറ്റ് മണി അക്കൗണ്ടിൽ കാണിച്ചുകൊണ്ട് പോരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. 2009 ഈ കമ്പനിയുടെ അനുബന്ധ സ്വത്തുക്കളും വിൽപ്പന നടത്താൻ ശ്രമിച്ചപ്പോൾ ഞങ്ങളത് തടഞ്ഞു. ഞങ്ങളിവിടെ അന്ന് 300ഓളം തൊഴിലാളികളുണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞു, ഈ പ്രോപ്പർട്ടി വിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഇത് ഗവൺമെൻറ് ഏറ്റെടുക്കണം, ഇതൊരു ഹെറിറ്റേജായി നിലനിർത്തണം. 2012 ജൂലൈ 25-നാണ് നിലവിലുള്ള തൊഴിലാളികളെ സംരക്ഷിച്ചുകൊണ്ട് വ്യവസായ മ്യൂസിയവും ഉൽപാദന കേന്ദ്രവും ആരംഭിക്കാൻ നിയമസഭയിൽ ബില്ല് അവതരിപ്പിച്ചത്. ഇതൊരു പൂട്ടുന്നത് 2008-2009 ആ കാലഘട്ടമാണ്. പൂട്ടി ഏകദേശം ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ ഗവൺമെൻറ് ഏറ്റെടുക്കാനുള്ള നിയമനിർമ്മാണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ആദ്യം ഓർഡിനൻസ് കൊണ്ടുവന്നു. അന്ന് LDF ആണ് ഭരിക്കുന്നത്. ഓർഡിനൻസ് കൊണ്ടുവന്നു. ഓർഡിനൻസ് ആ കാലാവധിക്കുള്ളിൽ അത് നിയമമാക്കി മാറ്റാൻ കഴിയാത്തതുകൊണ്ട് അത് ലാപ്സായി. പിന്നീട് UDF ഗവൺമെൻറ്റാണ് പിന്നെ വന്നത്. ഉമ്മൻചാണ്ടിയാണ് അന്നത്തെ മുഖ്യമന്ത്രി. ആ കാലത്ത് ഈ നിയമം പാസ്സാക്കി. ഇത് സർക്കാർ ഏറ്റെടുക്കാനും ഒരു ചരിത്ര മ്യൂസിയമായി, വ്യവസായ രംഗത്തുള്ള ഒരു മ്യൂസിയമായി
ഇത് നിലനിർത്താനും അതിനോടനുബന്ധിച്ച മറ്റ് കാര്യങ്ങളും ഗവൺമെൻറ് ചെയ്യാനുള്ള ഒരു സംഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അത് പ്രസിഡൻറ്റിൻ്റെ ഗവർണർ അനുവാദം തന്നില്ല. അങ്ങനെ പ്രസിഡൻറ്റിന് റെഫർ ചെയ്തു. അങ്ങനെ പ്രസിഡൻ്റ് അനുവാദം തരുമ്പോഴേക്ക് തന്നെ വളരെ വർഷങ്ങളെടുത്തു. അങ്ങനെ അനുവാദം തന്നു. അനുവാദം തരുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ സ്ഥലങ്ങൾ പ്രൈവറ്റ് വ്യക്തികൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾക്ക് അടവും അതുപോലുള്ള തീർക്കാൻ, പിരിച്ചുവിട്ട തൊഴിലാളികൾക്ക് ആനുകൂല്യം കൊടുക്കാൻ, ഇതിനു വേണ്ടി ഇതിൻ്റെ സ്ഥലങ്ങൾ 1 ഏക്കറയും 50 സെൻറ്റും ഒഴിച്ച് ഇന്നത്തെ ബംഗ്ലാവുള്ള ബിൽഡിങ്ങും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലവും 1.5 ഏക്കർ ഉണ്ടായി. അതിപ്പോഴും കോംട്രസ്റ്റിൻ്റെ കയ്യിലാണ്. കോംട്രസ്റ്റിൻ്റെ ഓഫീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെയാണ് ഗവൺമെൻറ് ഏറ്റെടുത്തത്. ബാക്കിയുള്ള സ്ഥലങ്ങൾ പ്രൈവറ്റ് വ്യക്തികളുണ്ട്, സൊസൈറ്റികളുണ്ട്, അവർക്കെല്ലാം വിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വിറ്റ ആളുകളാണ് ഇപ്പോൾ 1.5 ഏക്കർ ഒഴിച്ച് ബാക്കിയെല്ലാം വിറ്റു. പല ഘട്ടങ്ങളിലായി. അവരാണ് ഇപ്പോൾ കോടതി ഗവൺമെൻറ് നിയമം പാസ്സാക്കി ഒപ്പിട്ട് വന്നപ്പോൾ, രാഷ്ട്രപതി ഒപ്പിട്ട് വന്നപ്പോൾ നിയമമായി മാറിയല്ലോ. ആ ടൈമിലാണ് ഈ വിലക്ക് വാങ്ങിയ ആളുകൾ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി. അപ്പോൾ സ്റ്റേ വാങ്ങിയപ്പോൾ അതിൽ ഒരു കാര്യം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കൈവശമാണ്, നിങ്ങൾ വില കൊടുത്ത് വാങ്ങിയതാണ് ശരി, പക്ഷെ ഒരു നിർമ്മാണ പ്രവർത്തനവും അതിനകത്ത് നടത്താൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഒന്നുണ്ടാക്കാൻ പാടില്ല, ഒന്നും നടത്താനും പാടില്ല, കേസ് കഴിയുന്നവരെ. ആ സ്റ്റേ ഇപ്പോഴും തുടരുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സംഗതി. ഒരു കൂട്ടം തൊഴിലാളികളുടെ കണ്ണുനീരിനു മുകളിൽ ഭൂമാഫിയയെ സംരക്ഷിക്കുന്ന നിലപാടാണ് അധികാരികൾ കൈക്കൊള്ളുന്നത്. ഈ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് നിലവിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനാണ് ഒരു പറ്റം തൊഴിലാളികൾ ഇന്നും ശബ്ദമുയർത്തുന്നത്. തൊഴിലാളികൾ ഇന്ന് അനുഭവിച്ചു വരുന്ന ദുരിതം 15 വർഷമായി അനുഭവിച്ചു വരികയാണ്. ഈ 5 തൊഴിലാളികൾ മരണപ്പെട്ടു. 107 തൊഴിലാളികളാണ് അവശേഷിച്ചിരുന്നത്. അതിൽ 5 തൊഴിലാളികൾ മരണപ്പെട്ടു. ഒരു ആനുകൂല്യം ആ കുടുംബത്തിന് ഇതുവരെ നൽകിയിട്ടില്ല. 35ഓളം തൊഴിലാളികൾ വിരമിക്കൽ പ്രായം കഴിഞ്ഞു. ഒരു ആനുകൂല്യവും ലഭ്യമാവുന്നില്ല. ഈ ബില്ല് പ്രകാരം KSIDCയിൽ നിന്ന് അവരുടെ സേവന വേതനങ്ങൾക്ക് അനുസൃതമായി എല്ലാ ആനുകൂല്യവും കൊടുക്കണമെന്നാണ് ആ ബില്ലിൽ പറയുന്നത്. ആ ബില്ലിലെ വ്യവസ്ഥകൾക്കനുസൃതമായി തൊഴിലാളികളുടെ വിരമിച്ചവരുടെയും മരണപ്പെട്ടവരുടെയും ആനുകൂല്യങ്ങളും കൊടുത്തു തീർക്കാനുള്ള ഒരു നടപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിക്കണം. വിനയപൂർവ്വ അഭ്യർത്ഥനയാണ് ഞങ്ങളത്. എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിക്കണം. ഗവൺമെൻറ് ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കണം. എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് കൂട്ടായ ചർച്ചയിൽ കൂടി നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. മാവൂർ കോളിയോർ അയൺസ് ഫാക്ടറിയിലും സംഭവിച്ചത് ഇതിനോട് സമാനമായ ഒന്ന് തന്നെയാണ്. മാവൂർ ഒരു കാലത്ത് റയോൺസ് ഫാക്ടറിയുടെ സമ്പത്തിൽ തലയുയർത്തിപ്പിടിച്ച ചെറുപട്ടണം വ്യാവസായിക നഗരമാകാനുള്ള ആഗ്രഹം വളരെ കാലമായി ഉപേക്ഷിച്ചിട്ട് കേരളത്തിൻ്റെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് വ്യവസായം തുടങ്ങാനായി ബിർള ഗ്രൂപ്പിനെ മലബാറിലേക്ക് കൊണ്ടുവരുന്നത്. തുച്ഛവിലയ്ക്ക് ഭൂമിയും സ്ഥലവും നൽകി. ആ കോളിയോർ അയൺസ് ഇവിടെ വന്നത് EMS ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അതായത് അത് വലിയൊരു വ്യവസായമാണ്. അത് നാട്ടിൽ വന്നാൽ ധാരാളം ആളുകൾക്ക് തൊഴിലുണ്ടാവും എന്ന നിലക്കാണ് ഇവിടെ വന്നത്. നിലമ്പൂർ കാടുകളിൽ നിന്ന് മുളയും മറ്റു മരങ്ങളും ഫാക്ടറിയിലേക്ക് എത്തി. ആദ്യം ഇവിടുന്ന് പഴുപ്പ് സീറ്റാക്കുക, എന്നിട്ട് ഒരു പകുതി ഉണ്ട് താഴോട്ട് ബ്രാഞ്ചിലേക്ക് വിടുക. അവിടെ നിന്നാണ് ഫൈബർ എടുക്കുന്നത്. ഫൈബർ എന്ന് പറഞ്ഞാൽ ഒരു തരം സിൽക്കിൻ്റെ പഞ്ഞിയാക്കും.
അതിന് ബോംബെയിലേക്ക് കയറ്റി വിടുക. അതേപ്രകാരം പൾപ്പും ബോംബെയിലേക്ക് കയറ്റി വിടുക. അവിടുന്ന് പിന്നെ ഈ ടെറികോട്ടന് നൈലോണൊക്കെ ഷർട്ട് പീസായിട്ട് തിരിച്ചു വരിക. ഒരു കാലത്ത് ആശുപത്രിയും സ്കൂളും അതിലേറെ ആരാധനാലയങ്ങൾ വരെയുള്ള ടൗൺഷിപ്പായിരുന്നു ഇവിടം. തൊഴിലാളികൾക്ക് ലഭിച്ചത് മികച്ച സൗകര്യം. മറ്റ് സംസ്ഥാനത്ത് നിന്ന് മാത്രമല്ല, വിദേശ രാജ്യത്ത് നിന്ന് വരെ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾക്കും ഉദ്യോഗസ്ഥന്മാരെ ആവശ്യം വന്നു. അങ്ങനെ കുറേ ആളുകൾ വിദ്യാഭ്യാസമുള്ളവരും കുറേ ആളുകൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരുമായിട്ട് അവിടെ ജോലിയിൽ കയറി. നമ്മൾ ഈ നാട്ടുകാരായ ആളുകൾ വിദ്യാഭ്യാസമുള്ളവരും കയറിന്, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളും കയറിന് ജോലിക്ക്. അങ്ങനെ ജോലി നടക്കുന്നതിനിടയിലും അത്യാവശ്യമായി നാട്ടിൽ സാമ്പത്തികമായി മെച്ചമുണ്ടായി. എല്ലാവരും നല്ല ശമ്പളം, ഇവിടെ എവിടെയും കിട്ടാത്ത അത്ര ശമ്പളം. ഓരോ മാസവും 5000, 6000, 7000 ഒക്കെ എണ്ണി വാങ്ങും. അത് നമ്മുടെ നാട്ടിലുള്ള സാധുക്കളല്ലോ ജോലിയിൽ കയറിയാൽ അവർക്കൊക്കെ ഈ സാമ്പത്തിക മെച്ചമുണ്ടായപ്പം നാട്ടിനൊരു പുരോഗതി ഉണ്ടായി. എല്ലാ 10-ാം തീയതിയും ശമ്പളം തരും. ആ ശമ്പളമാണ് ഈ നാട്ടിലിറങ്ങേണ്ടത്. നാട്ടിലിറങ്ങിയ ഇവിടെ പീടികകളുണ്ടാവും, ഷോപ്പുകളുണ്ടാവും, മറ്റ് എല്ലാത്തിലേക്കും ഈ പണം പോകുന്നത്. അങ്ങനെ നാട് വികസിച്ചു. 2001 മാലിന്യ പ്രശ്നം ഉന്നയിച്ച് പൂട്ടേണ്ടി വന്ന ഫാക്ടറി. ഇന്ന് കാണാൻ കഴിയുന്നത് കാട് പിടിച്ച് നശിച്ച കെട്ടിടങ്ങൾ. ഒരു കാലത്ത് പേരുകേട്ട വ്യവസായ ഭൂമി. അന്തരീക്ഷ മലിനീകരണവും വെള്ള മലിനീകരണവും ഒരു വിഷയമായി. ഈ ചാലിയാറിലെ വെള്ളം വളരെ മോശമായി. എനിക്കൊക്കെ അറിയാം, ചാലിയാറിൻ്റെ വെള്ളത്തിൽ പോയിട്ട് കയ്യിൽ വെള്ളം എടുത്താൽ എന്നിട്ട് ആ വെള്ളത്തിൻ്റെ കംപ്ലീറ്റ് കളർ മാറിയിട്ടാണ് വരിക. എനിക്കെൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അതുകൊണ്ട് ക്യാൻസർ രോഗങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള ഒരു വ്യാപ്തിയുണ്ട്. യഥാർത്ഥത്തിൽ ശരിയായിരിക്കും. ഈ വെള്ളത്തിൻ്റെ കാരണമായിട്ട് പ്രക്ഷോഭങ്ങൾ വന്ന് കമ്പനിയിലുള്ള ആളുകൾക്ക് അത് സഹിച്ചാൽ തിരക്കില്ല, മുന്നോട്ട് പോകണം തന്നെയാണ് ഉണ്ടായിരുന്നത്. എങ്കിലും പരിസരത്തുള്ള പല ആളുകളും അതിൻ്റെ പേരിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ച് സമരം സംഘടിപ്പിച്ച് ആ സമരത്തിൻ്റെ വകയായാണ് ഗോളിയോറൻസ് പൂട്ടുന്നത്. പതിറ്റാണ്ട് നീണ്ട പ്രൗഢകാലത്തിൻ്റെ വിരാമം കുറിച്ച് മാവൂർ ഗോളിയോറയോൺസിന് 2001 പൂർണ്ണമായും പൂട്ടുവീണു. മാലിന്യ പ്രശ്നം ഉന്നയിച്ച് പൂട്ടേണ്ടി വന്ന ഫാക്ടറി. ഇന്ന് കാണാൻ കഴിയുന്നത് കാട് പിടിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന കുറേയേറെ കെട്ടിടങ്ങൾ. ഒരു കാലത്ത് പേരുകേട്ട വ്യവസായ ഭൂമി. 2000 കോടിയിലേറെ രൂപയുടെ മൂല്യം. വർഷങ്ങളായി ഒരു വ്യവസായത്തിനും നൽകാതെ ബിർള കയ്യേറി വെച്ചിരിക്കുകയാണ് ചാലിയാറിൻ്റെ തീരത്തെ ഈ ഏക്കറു കണക്കിന് ഭൂമി. ഇത് കാരണം മാവൂരിന് നഷ്ടമായ പദ്ധതികൾ നിരവധിയാണ്. ഈ ദുർഗന്ധങ്ങളില്ലാത്ത, മാലിന്യങ്ങളില്ലാത്ത, മലിന പുകയില്ലാത്ത ഒരു IT കമ്പനിയോ മറ്റോ വന്നാൽ നാട്ടുകാർ ശോകനം ചെയ്യും. ബിർള കൈയടക്കി വെച്ചിരിക്കുന്ന ഈ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് ഒരു വ്യവസായം കൊണ്ടുവരാനാണ് ഇവിടെയുള്ള തൊഴിലാളികളും ജനങ്ങളും ഇന്നും ശബ്ദമുയർത്തുന്നത്.